വൈഫ് പങ്കെടുക്കുന്ന സമയത്ത് മാതാവിനോട് അവൾ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അമ്മേ, എനിക്ക് അടുത്ത വരുന്ന ജോമാല റാലിക്ക് മുമ്പേ ഒരു ജോലി, ഒരു പേപ്പറെങ്കിലും എനിക്ക് കൈ കിട്ടണമേ എന്ന് ഭയങ്കര ഒരു പ്രാർത്ഥനയായിരുന്നു. അവളെപ്പോഴും അതെന്നോട് പറഞ്ഞില്ല. എന്നോട് പറയുന്നത് രണ്ടാമത്തെ അഖണ്ഡ ജപമാല റാലി സമയത്താണ് എന്നോട് പറയുന്നത്, ചേട്ടാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം മാതാവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ വരുന്ന ജപമാല റാലിക്ക് മുമ്പേ എനിക്കൊരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിയണമെന്ന്. അപ്പം ഞാൻ അന്ന് മുതൽ നമ്മൾ ആ ഒരു കാര്യം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി. ജപമാല റാലിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഒരു ജോലിയിൽ ഒരു പേപ്പറെങ്കിലും അഡ്വൈസെങ്കിലും കയ്യിൽ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയട്ടെ, ഈ കഴിഞ്ഞ ജപമാല റാലിയുടെ തൊട്ട് തലേ ദിവസം മാതാവ് ജോയൽ ലെറ്റർ കയ്യിൽ തന്നു. വളരെ ഒരു അനുഗ്രഹം. നമുക്ക് എല്ലാവരും ഹല്ലേലൂയ പറയാമോ? മാതാവ് ഇത്രയും വലിയൊരു അനുഗ്രഹമാണത്. ജപമാല റാലിയുടെ തലേ ദിവസം മാതാവ് ജോയൽ ലെറ്റർ കയ്യിൽ തന്നു. ഹല്ലേലൂയ. മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. നമ്മൾ പ്രതീക്ഷിക്കേണ്ട, നമ്മളൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ മാതാവ് കൃത്യമായിട്ട് നമുക്ക് തരും. ഹല്ലേലൂയ. വലിയൊരു അനുഗ്രഹമായിരുന്നു ആ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അച്ഛൻ ഇവിടെ ജോസഫ് അച്ഛൻ പറയാറുണ്ട്, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ആ ഒരു ഡേറ്റ് ഇട്ട് മാതാവിനോടൊരു ആവശ്യം പറഞ്ഞാൽ കൃത്യമായിട്ട് മാതാവ്, നമ്മുടെ പ്രവൃത്തിയുടെ ക്ലിയർ ആവണം. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൂടെ ക്ലിയറായിട്ട് ചെയ്താൽ, നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം കൂടെ നമ്മൾ കറക്റ്റായി ചെയ്താൽ മാതാവ് കറക്റ്റായിട്ട് ആ അനുഗ്രഹം തരും. വളരെ അനുഗ്രഹത്തോടെ ജപമാല റാലി തരികയും ജപമാല റാലി കഴിഞ്ഞ് അടുത്ത് 28-ാം തീയതി പത്തനംതിട്ട മഹിളാ മന്ദിരത്തിൽ ജോയിൻ ചെയ്ത സമയത്ത് കുഞ്ഞിൻ്റെ കാര്യം, അപ്പോഴും കുഞ്ഞിന് 2 മാസവും കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു 6 മാസത്തേക്ക് ലീവ്, ശമ്പളത്തോടെ ലീവ് അവരനുവദിച്ചു. അപ്പോൾ ഇപ്പോൾ വീട്ടിലുണ്ട്, കുഞ്ഞിനെ നോക്കുന്നു. ഇനി ഈ ലീവ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 മാസം കൂടെ ലീവ് തരാമെന്ന്